എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ചൈനയുടെ അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ലെജിസ്ലേച്ചറിനെ പറ്റിയാണ്. അപ്പോൾ ചൈനയെ പറ്റി നമ്മൾ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക. അപ്പോൾ ചൈനയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ സാമ്രാജ്യത്വം, അതുപോലെ തന്നെ കൊളോണിയലിസം, അതുപോലെ തന്നെ സർവ്വ സൈന്യാധിപത്യം എന്നിവയൊക്കെ എല്ലാം തന്നെ ശക്തമായി എതിർക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. കൂടാതെ വേൾഡിലെ തന്നെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് ചൈന നിലനിൽക്കുന്നതെന്ന്. കൂടാതെ ചൈനയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുന്നത് 1982 കാലഘട്ടങ്ങളിലാണ്. പിന്നീട് 1988, അതുപോലെ 1993, 1999, തുടർന്ന് 2004 തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എല്ലാം തന്നെ അതിനാവശ്യമായ ധാരാളം ഭേദഗതികൾ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷനെ, അതായത് ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഘടനയെപ്പറ്റി പറയുമ്പോൾ അതിനെ 5 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതായത് ഒന്നാമത്തേത് പ്രിയാമ്പിൾ അഥവാ ആമുഖമാണ്, രണ്ടാമത്തേത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്, മൂന്നാമത്തേത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്, അതായത് മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ മൗലിക കടമകളെയും പറ്റിയാണ്, നാലാമത്തേത് സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ് ആണ്, അഞ്ചാമത്തേത് പീപ്പിൾസ് കോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചൈനീസിൻ്റെ ലെജിസ്ലേച്ചറിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ ചൈനീസ് ലെജിസ്ലേച്ചർ അറിയപ്പെടുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് NPC എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏകദേശം അറൗണ്ട് 2950 അംഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ലഭ്യമായ മെറ്റീരിയൽസ് നോക്കിയിട്ടാണ് ഞാൻ ഈ വിവരങ്ങൾ പറയുന്നത്. ഇപ്പോൾ ചൈന എന്ന രാഷ്ട്രത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിയുടെ കാര്യത്തിലായാൽ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പർ പവറായിട്ടാണ് ചൈന നിലനിൽക്കുന്നതിന്. അപ്പോൾ ചൈനയുടെ രാഷ്ട്രശക്തിയുടെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമായിട്ടാണ് ഈ NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുന്നത് തന്നെ ചൈനീസ് ഭരണഘടനയുടെ 57ാം വകുപ്പ് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ചൈനീസ് ഭരണഘടനയിലെ 57ാം വകുപ്പ് പ്രകാരം ചൈന എന്ന രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രശക്തിയുടെ തന്നെ സുപ്രധാനമായ ഒരു ഘടകമെന്ന് പറയുന്നതിന് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC ആണ്. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ എല്ലാ അധികാരങ്ങളുടെയും സ്രോതസ്സായിട്ടാണ് ഈ NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അറിയപ്പെടുന്നത് തന്നെ. കൂടാതെ അപ്പോൾ നമുക്കറിയാം, ചൈനയുടെ ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭയാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു ഏക നിയമനിർമ്മാണ സഭയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അതായത് 1982 കാലഘട്ടം വരെ ഇത് രാജ്യത്തിൻ്റെ തന്നെ ഒരു ഏക നിയമനിർമ്മാണ സമിതിയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പിന്നീട് 1982 പുതിയ ഭരണഘടനയുടെ 58ാം വകുപ്പ് പ്രകാരം ചൈനയിലെ ലെജിസ്ലേച്ചർ പവർ അഥവാ നിയമനിർമ്മാണ അധികാരങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസും, കൂടാതെ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ചൈനീസ് ലെജിസ്ലേച്ചറിനെ പറ്റിയുള്ള മലയാളത്തിലുള്ള ബുക്സുകളൊന്നും തന്നെ എനിക്ക് ലഭ്യമായിട്ടില്ല. എനിക്ക് ലഭ്യമായിട്ടുള്ളൊരു റെഫറൻസ് അഥവാ ഒരു മെറ്റീരിയൽസ് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് സ്ലൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എക്സാം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, അത് സോഴ്സ് കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 1982 58ാം വകുപ്പ് പ്രകാരം ചൈനയിൽ നിയമനിർമ്മാണ അധികാരം ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസും അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്നാണ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1982 വരെ ചൈനയിൽ എല്ലാ ലെജിസ്ലേച്ചർ പവേഴ്സും അഥവാ നിയമനിർമ്മാണ അധികാരങ്ങളും ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആയിരുന്നു, അതായത് ഈ ഒരു ഏക സമിതിയായിരുന്നു വിനിയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിന് മാറ്റം വരികയും 82 പുതിയ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 58ാം വകുപ്പ് പ്രകാരം
ചൈനയിൽ നിലവിൽ ഈ അധികാരങ്ങൾ അഥവാ നിയമനിർമ്മാണ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCക്ക് നിരവധിയായ കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്യുകയും അതുകൂടാതെ ഭേദഗതി വഴി രൂപീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ചുമതല അഥവാ ഉത്തരവാദിത്വം ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ കണ്ടതാണ് ചൈനയുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവേഴ്സ് ഉള്ള ഒരു ഓർഗനായിട്ടാണ് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അറിയപ്പെടുന്നതിന്. അതുകൊണ്ട് തന്നെ ചൈനയുടെ തന്നെ ഏറ്റവും മുഖമുദ്രകളായ ചൈനീസ് പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനെയും അവരുടെ സ്ഥാനത്തേക്ക് നിയമിക്കുകയും അതുകൂടാതെ അവരെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെ തിരിച്ചു വിളിക്കുന്നതും എല്ലാം തന്നെ തുടങ്ങിയ അധികാരങ്ങളെല്ലാം തന്നെ നിക്ഷിപ്തമായിട്ടുള്ളത് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിനായിരിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈനീസ് പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്ത ആളുകളെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC ആയിരിക്കും. ഓക്കെ, മാത്രവുമല്ല നിരവധിയായ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് എല്ലാം തന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ അവരെ തിരിച്ചു വിളിക്കാനും അവരെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടാനും എല്ലാം തന്നെ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അഥവാ NPCക്ക് അധികാരമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവ ഏതെല്ലാമാണെന്ന് നോക്കിയാൽ ചൈനയിലെ തന്നെ ഡിഫൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളായ മിലിറ്ററി കമ്മീഷൻ്റെയും ചെയർമാൻ, അതുപോലെ ചൈനയിലെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഉപപ്രധാനമന്ത്രിമാർ, കൂടാതെ ചൈനയിലെ ഓരോ സ്റ്റേറ്റുകളിലെയും സ്റ്റേറ്റ് കൗൺസിലർമാർ. അതായത് നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് തന്നെ ഒരു സിംഗിൾ മൾട്ടിനാഷണൽ സ്റ്റേറ്റാണ്. അതായത് ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ചൈനീസ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മൾട്ടിനാഷണൽ സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏകദേശം 56 നാഷണാലിറ്റികളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് കൗൺസിലർമാർ, അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ, കൂടാതെ ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറൽ തുടങ്ങിയ എന്നിവരെല്ലാം തന്നെ തിരഞ്ഞെടുക്കുവാനും അവരെ അധികാരത്തിൽ നിന്ന് വിടുകയോ അല്ലെങ്കിൽ അവരെ അധികാരത്തിലേക്ക് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യാൻ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCക്ക് അധികാരമുണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഏകമണ്ഡല നിയമനിർമ്മാണ സഭയായിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ധാരാളം അംഗങ്ങൾ അഥവാ ധാരാളം പ്രതിനിധികൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരെ എവിടെ നിന്നൊക്കെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് നോക്കിയാൽ പ്രധാനമായിട്ടും ചൈനയിലെ തന്നെ സ്വയംഭരണ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ പ്രൊവിൻസുകൾ, ചൈനയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മുനിസിപ്പാലിറ്റികൾ എന്നിവയിൽ നിന്നെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളായിരിക്കും ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCയിലെ അംഗങ്ങളായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഒരു ചൈനയിലെ ഒരു പൗരന് വോട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ഇതിലേക്ക് മത്സരിക്കുവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്, ഇന്ത്യയിലെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സായ ഏതൊരു ചൈനീസ് പൗരനും വോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCയിലേക്ക് മത്സരിക്കാനുമുള്ള അവകാശം ഉണ്ടായിരിക്കും. മാത്രമല്ല അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ 34-ാം വകുപ്പ് പ്രകാരം അതിൽ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രീതികളെക്കുറിച്ചും അതുപോലെ അതിലേക്ക് എത്ര പ്രതിനിധികളാണ് വേണ്ടത്, പ്രതിനിധികളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ എല്ലാം തന്നെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 5 വർഷത്തെ കാലാവധിക്കാണ് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ NPCയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 34-ാം വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് മത്സരിക്കുവാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യുവാനും ഉള്ള ചൈനീസ്
പൗരന്മാരുടെ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. കൂടാതെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 5 വർഷത്തേക്കാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ വർഷത്തിൽ ഒരിക്കലാണ് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ചൈനീസ് ലെജിസ്ലേച്ചർ സമ്മേളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അഥവാ NPCയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഭരണഘടന ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യണമോ എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും NPC ഭരണഘടന ഭേദഗതി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നിർദ്ദേശിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അഞ്ചിൽ ഒന്നിൽ കൂടുതൽ പ്രതിനിധികളോ ആയിരിക്കും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ പ്രതിനിധികളിൽ 2/3 ഭാഗം അംഗങ്ങൾ അംഗീകരിച്ചാൽ മാത്രമാണ് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുകയുള്ളൂ. കൂടാതെ ചൈന എന്ന രാഷ്ട്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം നിയമങ്ങൾക്ക് രൂപം നൽകുക, അതുപോലെ തന്നെ അവ ഭേദഗതി ചെയ്യാനും എല്ലാം തന്നെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് അത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചൈനയിലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനായിട്ടാണ് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അറിയപ്പെടുന്നത്. അതായത് ചൈനീസ് ലെജിസ്ലേച്ചറാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അഥവാ NPC എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിലെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ സിവിൽ നടപടിക്രമങ്ങൾ, കൂടാതെ സ്റ്റേറ്റ് ഓർഗൻ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമങ്ങൾക്ക് രൂപം നൽകുകയും അതുപോലെ തന്നെ അവ ഭേദഗതി ചെയ്യുകയും ചെയ്യുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC ആയിരിക്കും. കൂടാതെ കോൺഗ്രസ്സിന് നിയമമാക്കണമെന്ന് തോന്നുന്ന ഏതൊരു കാര്യങ്ങളിലും ഈ അധികാരം കോൺഗ്രസ്സിന് വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ സിവിൽ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓർഗൻ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ്സിന് നിയമമാവണം എന്നുള്ള വിഷയങ്ങളിലും നിയമനിർമ്മാണം നടത്തും. അതുപോലെ തന്നെ അവ ഭേദഗതി ചെയ്യാനും എല്ലാം തന്നെയുള്ള അധികാരം നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCയിലായിരിക്കും. എന്നാൽ ഈ മുകളിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട, അതായത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ സിവിൽ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓർഗൻ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇവ ഒഴിച്ച് മേൽപ്പറഞ്ഞ വിഷയങ്ങളിലെല്ലാം തന്നെ നിയമനിർമ്മാണം നടത്തുന്നത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചൈനയിലെ തന്നെ അധികാരത്തിൻ്റെ പ്രതീകങ്ങളാവുന്ന ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ചൈനീസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും 5 വർഷ കാലാവധിയിലേക്കാണ് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അതുപോലെ തന്നെ ലോക്കൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നിവയിലൂടെയാണ് ചൈനയിൽ ജനങ്ങൾ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത്. മാത്രമല്ല ഈ NPCയിലേക്കും അതുപോലെ തന്നെ ലോക്കൽ പീപ്പിൾസ് കോൺഗ്രസ്സിലേക്കും ജനാധിപത്യ രീതിയിലാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ ചൈനയിലെ തന്നെ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ എന്ന നിലയിൽ ചൈനയിലെ തന്നെ എല്ലാ ഭരണപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ നീതിന്യായപരമായ കാര്യങ്ങളും എല്ലാം തന്നെ ഈ NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിനാലാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ എന്നിരുന്നാലും ചൈനയിൽ തദ്ദേശീയ ഭരണത്തിലുള്ള വിഭജനം എന്ന് പറയുന്നത് സെൻട്രൽ അതോറിറ്റിയുടെ നിയന്ത്രണത്തിന് കീഴിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചൈനയുടെ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCയെ പറ്റി പ്രധാനമായും പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.